സോ ഞാൻ പറയാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ ഐ എം 100% ദർശനാസ് പ്രോഡക്റ്റ്. ദർശന എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ വളരെ ഒരു വലിയ ഭാഗം പ്ലേ ചെയ്ത എൻ്റെ ഒരു ഫാമിലി പോലെ തന്നെയാണ്. എൻ്റെ ചേച്ചി നിങ്ങൾക്ക് ചിലപ്പോൾ അറിയായിരിക്കും, ഇവിടുത്തെ ഫസ്റ്റ് എയിംസ് ബാച്ച് ആയിരുന്നു. ഓൾ ഇന്ത്യ 33rd കേരള 3rd റാങ്ക് കിട്ടിയതായിരുന്നു എൻ്റെ ചേച്ചിക്ക്. എൻ്റെ ചേച്ചി ഒരു ഓർഡിനറി ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു, പക്ഷേ ഷീ ഗോട്ട് എക്സ്ട്രോർഡിനറി റിസൾട്ട്സ്. അതിനാകെ ഒരൊറ്റ ഉത്തരവേ ഉള്ളൂ, കാരണം ദർശന അക്കാഡമി. സോ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ചൂസ് ചെയ്തത്. സോ വാട്ട് മേക്സ് ദർശന സ്പെഷ്യൽ? ഒരു കാര്യമുണ്ട്, ഇവിടെ നമുക്ക് കിട്ടുന്ന അറ്റൻഷൻ, ഒരു പേഴ്സണലൈസ്ഡ് അറ്റൻഷൻ, പേഴ്സണലൈസ്ഡ് കെയർ വേറെ എവിടെയും ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഇവിടെ 1000-ലോ 10,000-ലോ എത്രയും നമ്പേഴ്സിൽ വേറെ ആട്ടെ, നമുക്ക് കിട്ടുന്ന അറ്റൻഷൻ അത് നമുക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ട് ഓരോ സ്റ്റുഡൻസും ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് ഇവിടെ ദർശനയുടെ പ്രത്യേകത. എൻ്റെ ചേച്ചി ആവറേജ് സ്റ്റുഡൻ്റാണെന്ന് പറഞ്ഞു, പക്ഷെ ഞാൻ ബിലോ ആവറേജ് ആയിരുന്നു. എനിക്ക് വളരെ മാർക്ക് കുറവായിരുന്നു അൺടിൽ ഐ കെയിം ടു ദർശന. ദർശനയിൽ നിന്ന് എനിക്ക് പഠിക്കാൻ പറ്റിയ ഒരു മേജർ തിങ് പറഞ്ഞാൽ, നമ്മൾ ഏതൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിക്കോട്ടെ, നമ്മൾ എത്ര സ്റ്റുപ്പിഡ് ആയിക്കോട്ടെ, പക്ഷേ ഇവിടെ നിന്ന് പഠിപ്പിച്ചതെന്ന് വെച്ചാൽ ഇഫ് യു ഡു ഹാർഡ് വർക്ക്, ഇഫ് യു വർക്ക് ഹാർഡ് ഇനഫ്, ഏത് ലെവലിലുള്ള മെൻറ്റാലിറ്റി ഉള്ള ആൾക്കാരാണ് നമ്മൾ ഉദ്ദേശിച്ച് നമുക്ക് കിട്ടും. ജസ്റ്റ് ഹാർഡ് വർക്ക്, പെർസിസ്റ്റൻറ്റ് ഹാർഡ് വർക്ക് മാത്രം മതി എന്ന ഒരു ലെസൺ എന്നെ പഠിപ്പിച്ചത് ദർശനയിലാണ്. യു ഷുഡ് നോട്ട് ഓൺലി ഡു ഹാർഡ് വർക്ക്, യു ഷുഡ് ഡു സ്മാർട്ട് വർക്ക്. അതിൽ ഭയങ്കര ഒരു ഡീപ്പ് മീനിങ് ഉണ്ട്. ഹാർഡ് വർക്ക് മാത്രം ചെയ്താൽ പോരാ, എല്ലാവർക്കും ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റും, പക്ഷേ നിങ്ങളത് എഫിഷ്യൻ്റ് ആയിട്ട് ചെയ്യണം. ആൻഡ് ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ആസ് സ്മാർട്ട് വർക്ക്. മനസ്സിലാകുന്നുണ്ടോ? ഓക്കെ. സോ മാഡം പറഞ്ഞ പോലെ ഇപ്പം എൻ്റെ റൂമിൽ നിങ്ങൾ ചെന്നാൽ സ്മാർട്ട് വർക്കിൻ്റെ എനിക്ക് ഒരു 10 തവണ വായിച്ചാലും ഞാൻ ഓർമ്മയെ വെക്കത്തില്ല. എൻ്റെ ഡിഫക്റ്റ് അതാണ്, എനിക്കറിയാം. എനിക്ക് എക്സാമിന് മുമ്പ് എന്തായാലും ഫുള്ളൊന്ന് വായിച്ചാലേ എനിക്ക് എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ പറ്റത്തുള്ളൂ. സോ ഞാനിപ്പോൾ എൻ്റെ ഭിത്തിയിൽ ഒരു സ്ഥലം പോലും വേക്കേണ്ടില്ല, മൊത്തം ഞാൻ നോട്ട്സ് ഒട്ടിച്ച് വെച്ചേക്കാണ്. ഇപ്പം ഞാൻ PGക്ക് പഠിക്കുകയാണ്, അതിന് മൊത്തം നോട്ട്സ് ഒട്ടിച്ച് വെച്ചേക്കുന്നത്, കാരണം എനിക്കറിയാം എൻ്റെ പോരായ്മകൾ. സോ ഞാനിത് പറയുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ പോരായ്മകൾ എന്താണെന്ന് മനസ്സിലാക്കണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. സോ യു ഷുഡ് റിയലൈസ് യുവർ ഡിഫെക്ട്സ്, അത് അക്സെപ്റ്റ് ചെയ്യുക, എന്നിട്ട് അതിനുള്ള പരിഹാരങ്ങൾ കാണുക. സോ ദർശന അക്കാഡമിയിൽ നിന്ന് എനിക്ക് കിട്ടിയതെന്ന് വെച്ചാൽ, എനിക്ക് ഒന്നും അല്ലാതിരുന്ന ഞാൻ 10th ഓൾ A1 കിട്ടി, 12th ഓൾ A1 കിട്ടി, സ്കൂൾ ടോപ്പറായി, MBBSന് അഡ്മിഷൻ കിട്ടി. പക്ഷെ അവിടെ തീർന്നില്ല. ആ ലെസൺ എന്നെ പഠിപ്പിച്ചു, ഇഫ് ഐ വർക്ക് ഹാർഡ് ഐ ക്യാൻ അച്ചീവ് ലോട്ട്സ് ഓഫ് തിങ്സ്. അതുകൊണ്ട് ഞാൻ MBBS പഠിച്ചപ്പോൾ, MBBS നിങ്ങൾക്ക് അറിയാമല്ലോ, ഇറ്റ്സ് റിയലി ടഫ്. ഒരു പുതിയ ലാംഗ്വേജ് പഠിക്കുന്ന പോലെയാണ് നിങ്ങൾ MBBS കയറി കഴിയുമ്പോൾ. പക്ഷേ എന്നാലും ഐ വർക്ക് ഹാർഡ്. എനിക്ക് ഫസ്റ്റ് ഇയർ ഡിസ്റ്റിങ്ഷൻ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ ഡിസ്റ്റിങ്ഷൻ, ഫൈനൽ ഇയർ എനിക്ക് ഫസ്റ്റ് ക്ലാസ്, ആൻഡ് അവസാനം ഹൗസ് സർജൻസി കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ എനിക്ക് ഗോൾഡ് മെഡൽ ഫോർ ബെസ്റ്റ് ഡോക്ടറായിട്ടാണ് എനിക്ക് ഇറങ്ങാൻ പറ്റിയത്. ഞാൻ പറയാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ, ഇതൊക്കെ എൻ്റെ ഉള്ളിൽ ഇവർ മോട്ടിവേഷൻ ചെയ്തത്, ഇവർ തന്ന ആ മോട്ടിവേഷൻ ഡ്രില്ലാണ് എനിക്ക് പഠിക്കാനും എനിക്ക് നേടാനും സഹായിച്ചത്. സോ നിങ്ങളെ ഞാൻ എന്തുകൊണ്ട് നിങ്ങൾ ഡോക്ടർ ആവണമെന്ന് മോട്ടിവേറ്റ് ചെയ്യാനാണ് എൻ്റെ മെയിൻ ഉദ്ദേശം. സോ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇവിടെ ജോയിൻ ചെയ്തത്, എന്തിനാണ് നിങ്ങൾ ഡോക്ടർ ആവുന്നത്? ഫുൾ എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാവുമല്ലോ. മേ ബി ബിക്കോസ് സൊസൈറ്റി കിട്ടുന്ന വില, പേരൻസിന് കിട്ടുന്ന സന്തോഷം, ആൻഡ് ഓൾസോ മോണിറ്ററി ഗെയിംസ്, ഇതൊക്കെ എല്ലാം ഉണ്ട്. പക്ഷെ റിയൽ ആയിട്ട് എന്ത് റീസണാണ് വേണ്ടതെന്ന് നിങ്ങൾക്കറിയാമോ? ദ റിയൽ റീസൺ വൈ യു ഷുഡ് ബി എ ഡോക്ടർ, അത് ഞാൻ എൻ്റെ ജീവിതകഥ പറഞ്ഞ് അതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. ഓക്കെ. എൻ്റെ കുട്ടിക്കാലം എന്ന് വെച്ചാൽ, എനിക്ക് എപ്പോഴും ചുമ, ജലദോഷം, പനി, ന്യൂമോണിയ, എപ്പോഴും ഹോസ്പിറ്റലിലായിരുന്നു. കാണാത്ത ഡോക്ടർമാരില്ല, പോവാത്ത ഹോസ്പിറ്റലില്ല, ഇത് സ്ഥിരം എൻ്റെ പനിയായിരുന്നു. എൻ്റെ അമ്മ എന്നെ കാണിക്കാത്ത ഒരിടങ്ങളും ഇല്ല. അവസാനം അച്ഛൻ പറഞ്ഞു, ഇനി എവിടെയും പോകണ്ട. ലാസ്റ്റായിട്ട് TBയുടെ ട്രീറ്റ്മെൻറ്റ് വരെ എനിക്ക് തന്നു, കാരണം എൻ്റെ അസുഖങ്ങൾ മാറുന്നില്ല. സോ അമ്മ പറഞ്ഞു, ഇനി ഒരൊറ്റ ഡോക്ടറെ കൂടെ കാണിച്ചിട്ട് ഞാൻ നിർത്തുക. എൻ്റെ അമ്മ എല്ലാവരും കളിയാക്കും, ഷീസ് ഓവർ ആങ്ഷ്യസ്, ഒത്തിരി വെറി ചെയ്യും. പക്ഷെ അതാണ് എൻ്റെ ജീവൻ രക്ഷിച്ചത്. സോ ലാസ്റ്റ് ഞങ്ങളൊരു മാമൻ ഡോക്ടർ എന്ന് പറഞ്ഞൊരു ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുപോയി. സോ വീട്ടിലാണ് കൊണ്ട് കാണിച്ചത്. പുള്ളി ജസ്റ്റ് സ്റ്റെത്ത് വെച്ചിട്ട് 1 മിനിറ്റ് കൂടുതൽ വെച്ചില്ല. അമ്മയോട് പറഞ്ഞു, കുട്ടിക്കൊരു സർജറി വേണം, മേജർ സർജറി വേണം,
ഹാർട്ടിനൊരു പ്രശ്നമുണ്ട്, ഒരു വലിയ ഹോളുണ്ട്. സോ ഹോൾ നിങ്ങൾക്കറിയാം, ഹാർട്ടിലേക്ക് കോമൺ ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പം അത് കണ്ടുപിടിക്കാൻ കുറേ കാര്യങ്ങളുണ്ട്, പക്ഷേ എൻ്റെ കാര്യത്തിൽ വ്യത്യാസമായിരുന്നു. എൻ്റെ അത് കണ്ടുപിടിച്ചിട്ടില്ല. എൻ്റെ വലിയൊരു ഹോളായിരുന്നു എൻ്റെ ഹാർട്ടിലുണ്ട്. ഹാർട്ടിൽ നിങ്ങൾക്കറിയാതെ അനാറ്റമിയൊക്കെ പഠിച്ചിട്ടുണ്ടാകും. ഹാർട്ടിൽ ഡിയോക്സിജനേറ്റഡ് ഓക്സിജനേറ്റഡ് ബ്ലഡ്. സോ ഇറ്റ് വാസ് ഓൾവേസ് ഗെറ്റിംഗ് മിക്സ്ഡ്. എൻ്റെ ബോഡിയിൽ എല്ലായിടത്തും കിട്ടുന്നത് ഡിയോക്സിജനേറ്റഡ് ബ്ലഡ് ആയിരുന്നു. അതുകൊണ്ടായിരുന്നു എനിക്ക് ഒത്തിരി ഇൻഫെക്ഷൻസും പനിയും ജലദോഷവും നിർത്താതെ വന്നുകൊണ്ടിരുന്നത്. സോ ഒരു മേജർ ഓപ്പറേഷൻ ചെയ്തു. ഹാർട്ട് പുറത്തെടുത്തിട്ടാണ് ചെയ്തത്. ഓപ്പൺ ഹാർട്ട് സർജറി ആയിരുന്നു. ബട്ട് വാസ് എ കംപ്ലീറ്റ് ക്യൂർ. ഇത് ഞാൻ പറയാൻ വെച്ചതെന്ന് വെച്ചാൽ, ഈ ഡോക്ടർ ഒരു ECG ഇല്ല, ഒരു എക്കോ ഇല്ല, ജസ്റ്റ് സ്റ്റെതസ്കോപ്പ് വെച്ച് എൻ്റെ ഹൃദയത്തിൻ്റെ താളം കേട്ടിട്ട് എനിക്കൊരു പ്രശ്നമുണ്ടെന്ന് കണ്ടുപിടിച്ചു. സോ ഈ ഡോക്ടറിനെ എൻ്റെ അമ്മയും എൻ്റെ അച്ഛനും ദൈവമായിട്ടാണ് കണ്ടത്. കാരണം ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്, എനിക്കിന്നിവിടെ സംസാരിക്കാൻ കഴിയുന്നത്, എനിക്ക് രക്ഷിക്കാൻ പറ്റുന്ന ഓരോ ജീവനുകൾ. ദർശന അക്കാദമിക്ക് എൻ്റെ സക്സസ്സിൽ ഒരവകാശം പറയാനുള്ള ഒരു അവസരം നൽകിയതും ആ ഡോക്ടർ എന്നെ രക്ഷിച്ചതുകൊണ്ടാണ്. ഇഫ് ഹി ഹാഡൻറ്റ് ഐഡൻറ്റിഫൈഡ് ദാറ്റ് ഐ വുഡൻറ്റ് ബി അലൈവ്. കാരണം അതാണ് ഒരു ഡോക്ടറിൻ്റെ ഇമ്പോർട്ടൻസ്. അന്നത്തെ ആ ദിവസം ഞാൻ മനസ്സിലാക്കി, എനിക്കൊരു ആവുകയാണെങ്കിൽ എനിക്കൊരു കാർഡിയോളജിസ്റ്റ് ആവണം. കാരണം ആ ഡോക്ടറിനെ ഞാൻ കണ്ടത്, എൻ്റെ പേരൻസ് കണ്ടത്, ആ പേഷ്യൻസ് ഒരു ഡോക്ടറെ കാണുന്നതെന്ന് വെച്ചാൽ അവരുടെ ദൈവം പോലെയാണ് കാണുന്നത്. ആ വില നമുക്ക് എവിടെ ചെന്നാലും വേറെ ഒരു പ്രൊഫഷണലും നമുക്ക് കിട്ടത്തില്ല. നമുക്ക് കിട്ടുന്ന ഒരു അഡിക്ഷൻ ഉണ്ടല്ലോ, ഒരു ജീവൻ രക്ഷിക്കുക, അത് നമുക്ക് പറയാൻ പറ്റത്തില്ല. അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് ആണ് ഈ ഡോക്ടർ എന്ന് പറയുന്ന ഒരു പ്രൊഫഷൻ. അത് നിങ്ങൾക്ക് എത്രമാത്രം അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. എനിക്ക് ഹൗസ് സർജൻസ് കഴിഞ്ഞപ്പോൾ എനിക്ക് വർക്ക് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതാണ് ഞാൻ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ കയറിയത്. സോ വെൻ ഐ സ്റ്റാർട്ടഡ് വർക്കിംഗ് ഇൻ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ, ഞാനിപ്പോൾ പറയുന്നത് എൻ്റെ ജില്ലാ ആശുപത്രിയിലാണ്. കാരണം അത്രയ്ക്ക് അറ്റാച്ച്മെൻ്റ് ആയി. ഓരോ പേഷ്യൻസ് നമ്മുടെ അടുത്ത് വരുമ്പോൾ, ഓരോ പേഷ്യൻ്റ് നമ്മുടെ ജീവിതം ചെറുതായിട്ടൊന്ന് ബെറ്റർ ആക്കാൻ പറ്റുന്നു. അതിൽ നിന്ന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ, അതിൽ നിന്ന് കിട്ടുന്ന സന്തോഷം എനിക്ക് എത്രമാത്രം നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, അത് പറയാൻ അറിയിക്കാത്തത്രയും നല്ലതാണ്. സോ ചിലപ്പോൾ നമ്മുടെ ദിവസം ഭയങ്കര ഹെക്റ്റിക് ആയിരിക്കും, കുറേ പ്രോബ്ലമാറ്റിക് ആയിരിക്കും, ഒത്തിരി പ്രോബ്ലംസ് ഒക്കെ വരാം നമുക്ക്. പക്ഷേ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഒരൊറ്റ പേഷ്യൻ്റ് നമ്മളോട് പറയാം, ഡോക്ടറിനോട് സംസാരിച്ചിരുന്നപ്പോൾ തന്നെ എൻ്റെ പ്രശ്നങ്ങൾ പകുതി മാറി, വളരെ നന്ദിയുണ്ട്. ഈ ഒരൊറ്റ വാക്ക് മതി നമ്മുടെ ജീവിതത്തിൽ ബാക്കിയെല്ലാം നമുക്ക് മറക്കാൻ. ആ ഡ്രൈവാണ് നിങ്ങൾക്ക് വേണ്ടത്. ദാറ്റ് ഇസ് റിയൽ പാഷൻ. ആ പാഷന് വേണ്ടിയാണ് നിങ്ങൾ ഡോക്ടർ ആവേണ്ടത്. നോട്ട് ജസ്റ്റ് ഫോർ എനിത്തിങ് എൽസ്, ബട്ട് ടു സേവ് ലൈഫ്സ്. എത്ര ജീവൻ നിങ്ങൾക്ക് തൊടാൻ പറ്റുന്നോ, എത്ര ജീവൻ നിങ്ങൾക്ക് രക്ഷിക്കാൻ പറ്റുന്നോ, അതാണ് ശരിക്കും ഡോക്ടർ ആവേണ്ട റീസൺ. സോ ഞാൻ ഈ പറയാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എല്ലാവർക്കും ഡോക്ടർ ആവാൻ പറ്റത്തില്ല, എല്ലാവർക്കും വിധിച്ചിട്ടുള്ളതല്ല. പക്ഷേ ഈ റീസണിൽ നമ്മൾ പഠിക്കുവാണെങ്കിൽ ടു സേവ് ലൈഫ്, ആ അഡിക്ഷൻ, ആ ഡ്രൈവ് നമുക്ക് കിട്ടാൻ വേണ്ടി, ആ പാഷൻ ഉണ്ടെങ്കിൽ യുവർ മൈൻഡ് വിൽ ഫൈൻഡ് വേസ് ടു ഗെറ്റ് ഇറ്റ് നോ മാറ്റർ വാട്ട്. നിങ്ങൾ എന്ത് ചെയ്താണേലും നിങ്ങൾക്ക് ആ പൊസിഷനിൽ എത്താൻ പറ്റും. നിങ്ങൾക്ക് പക്ഷെ പാഷൻ വേണം. എങ്ങനെയാലും അത് നേടിയെടുക്കണം എന്നുള്ള ഒരു മൈൻഡ് വേണം. ആ മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അതിനകത്തേക്ക് എത്താൻ പറ്റുള്ളൂ. സോ ഞാനൊരു കൊട്ടേഷൻ പറഞ്ഞ് നിർത്താം. സംതിങ് ദാറ്റ് ഡ്രൈവ് മീ ടു ദിസ്, അതെന്ന് വെച്ചാൽ നെവർ സ്റ്റോപ്പ്, ബിക്കോസ് വൺ ഡേ യു ആർ ഗോയിങ് ടു ബി സമ്മൺസ് ഹോപ്പ് ഓർ സമ്മൺസ് ഹീറോ. എന്ന് വെച്ചാൽ നിങ്ങൾ ഒരിക്കലും നിർത്തരുത്. കാരണം അറ്റ് ദി എൻഡ് യു ആർ ഗോയിങ് ടു ബി മറ്റൊരാളുടെ പ്രതീക്ഷ, മറ്റൊരാളുടെ ജീവൻ രക്ഷിക്കുന്നത് ഒരു ഹീറോ ആവാൻ നിങ്ങൾക്ക് പറ്റും ഈ പ്രൊഫഷൻ എടുത്താൽ. സോ എവറി വൺ ട്രൈ ഹാർഡ്, ഫൈൻഡ് യുവർ ഡിഫെക്ട്സ്, ഫിക്സ് ഇറ്റ് ആൻഡ് ഹെൽപ്പ് ചോദിക്കാൻ ഒരിക്കലും മടിക്കരുത്. നിങ്ങൾ അത്രയ്ക്ക് നല്ല ടീച്ചേഴ്സാണുള്ളത്. കാരണം അത്രയും സപ്പോർട്ട് ചെയ്യുന്ന ടീച്ചേഴ്സിനെ ഞാൻ ഇവിടെ വേറെ എവിടെയും കണ്ടിട്ടില്ല. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പ് വേണമെങ്കിലോ, നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇവരോട് ചോദിക്കാൻ ഒരിക്കലും മടിക്കരുത്. കാരണം ദ മോസ്റ്റ് കറേജിയസ് തിങ് ടു ഡു ഫോർ എ പേഴ്സൺ ഈസ് ടു ആസ്ക് ഫോർ ഹെൽപ്പ്. ഹെൽപ്പ് ചോദിക്കാൻ എല്ലാവർക്കും ബുദ്ധിമുട്ടായിരിക്കും, പക്ഷേ നിങ്ങൾ ഹെൽപ്പ് ചോദിക്കണം, നിങ്ങൾക്കത് കിട്ടും. ഏറ്റവും നല്ലത് നമ്മൾ സ്വയമായിട്ട് നമ്മുടെ പ്രശ്നങ്ങൾ കണ്ടുപിടിച്ചിട്ട് അതിനൊരു പരിഹാരം കണ്ടുപിടിക്കാൻ. ഇറ്റ്സ് ഓക്കെ, യു ഷുഡ് അക്സെപ്റ്റ് ദാറ്റ്. ഓക്കെ.